flesh is a spirit of trouble. Under moonlit sky, I'm desperate to feel more alive. Hello friends, welcome to Malayalam Talks. ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ്ങുമായിട്ടാണ്. ഒരു പുതിയ ഫോൺ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സാംസങ്ങിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. അതിന് എനിക്ക് എൻ്റെതായ രീതിയിൽ വളരെയധികം എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ 6 വർഷം മുമ്പാണ് സാംസങ്ങിൻ്റെ ഫോൺ ലാസ്റ്റ് ഉപയോഗിച്ചത്. അതിനുശേഷം ഹുവായിയുടെ ഫോണുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ വീണ്ടും സാംസങ്ങിലേക്ക് തന്നെ മടങ്ങി പോകണമെന്ന് തോന്നി. ഇപ്പോൾ റെഡ്മി ഒക്കെ നല്ല നല്ല സ്പെക്കുകളോടുകൂടിയ ഫോണുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ റെഡ്മി എടുത്താലോ എന്നുള്ള ആലോചനയിൽ നിൽക്കുകയായിരുന്നു. സാംസങ്ങിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്പെക്ക് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ സ്പെക്കിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരി 15 ഒരു ഫോൺ ലോഞ്ച് ആയത്. സാംസങ് ഗാലക്സി F62 എന്ന് പറയുന്ന മോഡലായിരുന്നു അത്. അതിൻ്റെ വീഡിയോ അതിൻ്റെ ലോഞ്ച് ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടിരുന്നു. അപ്പോൾ എന്തോ ആ ലോഞ്ച് കണ്ടപ്പോൾ തന്നെ എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. വളരെ നല്ല ഡിസൈനും നല്ല സ്പെക്കോടും കൂടിയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നോൺ ചൈനീസ് ബ്രാൻഡായിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോൺ ഈ ഒരു സ്പെക്കിലും ഈ ഒരു പ്രൈസിലും കിട്ടിയപ്പോൾ അതെനിക്കൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ഒരു ബ്രാൻഡ് മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2000-3000 ഡിഫറൻസിൽ നമുക്ക് ഇതേ സ്പെക്കോടുകൂടി അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടി കൂടിയ സ്പെക്കോടുകൂടി മാർക്കറ്റിൽ ഫോണുകൾ ലഭ്യമാണ്. എങ്കിലും ഒരു നോൺ ചൈനീസ് ബ്രാൻഡ് തന്നെ വാങ്ങണം എന്നുള്ളൊരു വാശിയും കൂടെ മുൻനിർത്തി നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് ഈ ഫോണിൽ. അപ്പം ഞാൻ ഈ ഫോൺ വാങ്ങി ഒരു 2 ദിവസം യൂസ് ചെയ്തു. ആ 2 ദിവസത്തിന് ശേഷമുള്ള റിവ്യൂവും കൂടെ ചേർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോണിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് 9.5mm സ്ലീക്ക് ഡിസൈൻ ആണ്. വളരെ ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളിലാണ് ഈ പ്രാവശ്യം F62 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എടുത്തു പറയാനായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇതിൽ വളരെയധികം ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേനും നമ്മുടെ ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ അവിടെ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രമാണ് എനിക്ക് 2-3 ദിവസം യൂസ് ചെയ്തതിൽ എനിക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു പ്രശ്നവും എനിക്ക് ഈ ഫോൺ ഉപയോഗിച്ചതിലില്ല. ഫ്രണ്ട് സൈഡിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്ക് സൈഡ് ഗ്ലാസ് അല്ല, സ്ഥിരം സാംസങ് ചെയ്യാറുള്ള പോലെ ഗ്ലാസ് സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാക്ക് സൈഡാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ഗ്രേഡിയൻ കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. 2 കളർ ടോൺ ആണ്. താഴ്ഭാഗത്ത് സിൽവർ കളറും മുകളിലേക്ക് വരുമ്പോൾ ഗ്രീൻ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അതിനിടയിൽ ഒരു ലൈനിങ് പാറ്റേണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ മോഡ്യൂളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഈ കളർ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. സാധാരണ ക്യാമറ മോഡ്യൂളിന് ചുറ്റും സാധാരണ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ അതൊരു ഗ്ലാസിനുള്ളിലാക്കി വെക്കാനാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇതിൽ ആ കളറും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. മെയിനായിട്ടും ഇത് 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്: ലേസർ ഗ്രീൻ, ലേസർ ഗ്രേ, ലേസർ ബ്ലൂ. അടുത്തായിട്ട് നമുക്ക് ഫോണിന്റെ പെർഫോമൻസ് ഏരിയയിലേക്ക് പോകാം. F62ന്റെ ടാഗ് തന്നെ ഫുൾ ഓൺ സ്പീഡി എന്നാണ്. അതിന്റെ കാരണം വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ Exynos 9825 7nm പ്രോസസ്സറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ GPU ആയിട്ട് മാലി G76 വിത്ത് ഗെയിമിംഗ് ബൂസ്റ്ററും അടങ്ങിയിട്ടുണ്ട്. 2 സ്റ്റോറേജ് വേരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 8GB 128GB 6GB 128GB. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് അപ് ടു 1TB വരെയാണ്. അതുകൊണ്ട് നമുക്ക് 1GB വരെയുള്ള മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ 2 ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടുകളും ഉണ്ട്.
അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് നമുക്ക് കിട്ടുന്നു. അതായത് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. കൂടാതെ എക്സിനോസ് 9825 എന്ന പ്രോസസർ 2 വർഷം മുമ്പ് ഇറങ്ങിയ നോട്ട് 10 ഗാലക്സി നോട്ട് 10ൽ യൂസ് ചെയ്ത അതേ പ്രോസസർ തന്നെയാണ് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ആ പ്രോസസർ തന്നെയാണ് അവർ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഒരു മിഡ് റേഞ്ച് ഫോൺ ആണെങ്കിൽ പോലും ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കും എന്നത്. ഫോണിന്റെ എനർജി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 7000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. നോർമൽ യൂസേജിൽ നമുക്ക് 2 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ചാർജിങ്ങിലേക്ക് പോകുമ്പോൾ സൂപ്പർ ക്വിക്ക് 25 വാട്ടിന്റെ ചാർജറാണ് ഫോണിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. ടൈപ്പ് C to C ടൈപ്പ് കേബിൾ ആണ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ചാർജറിനോടൊപ്പം ലഭിക്കുന്നത്. കൂടാതെ റിവേഴ്സ് ചാർജിങ് സംവിധാനം ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉപയോഗിച്ച് ചെറിയ ഫോണുകൾ അല്ലെങ്കിൽ ചെറിയ മറ്റ് ഗാഡ്ജറ്റുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഫുൾ ഓൺ എന്റർടൈൻമെന്റ് തരുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഫുൾ HD+, സൂപ്പർ AMOLED+, ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ് F62 കമ്പനി നൽകിയിട്ടുള്ളത്. ഇൻഫിനിറ്റി O എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേയിൽ ചെറിയ ഒരു പഞ്ച് ഹോൾ ക്യാമറയിലൂടെയാണ് സെൽഫി ഫോട്ടോകൾ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 420 nits ആണ്. ഫുൾ ഓൺ സ്പീഡി ലൈക്സ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനും മാക്സിമം നമുക്ക് ലൈക്കുകൾ ലഭിക്കുന്ന രീതിയിലുള്ള ക്യാമറ സെഗ്മെന്റ് ആണ് F62 കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. 4 ക്യാമറകളാണ് ഫോണിന്റെ പിൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഫോണിന്റെ പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഫോണിന്റെ മുൻഭാഗത്ത് പഞ്ച് ഹോളിനുള്ളിൽ 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും കമ്പനി നൽകിയിരിക്കുന്നു. ഫുൾ ഓൺ സ്പീഡ് ഇന്റർഫേസിലൂടെ 60 ഹെഡ്സിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കാൻ Android 11 ഒപ്റ്റിമൈസ്ഡ് UI ആയ One UI 3.1 കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60 ഹെഡ്സ് ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടച്ച് അനുഭവം നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ഫുൾ ഓൺ സ്പീഡി സേഫ്റ്റിയിലൂടെ ഫാസ്റ്റ് ഫേസ് അൺലോക്കും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും കൂടാതെ ഡിഫൻസ് ഗ്രേഡ് നോക്സ് സെക്യൂരിറ്റിയും ലഭിക്കുന്നു. ബ്ലൂടൂത്ത് 5 സപ്പോർട്ടും NFC സപ്പോർട്ടും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നു. USB Type C 2.0 ആണ്. സെൽഫി ക്യാമറയിലും 4K at 30 ഫ്രെയിം പെർ സെക്കൻഡും 180p at 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. മെയിൻ ക്യാമറയിലും 4K at 30 ഫ്രെയിം പെർ സെക്കൻഡിലും 180p at 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നു. റിയർ സൈഡിലും സ്പീക്കർ ഗ്രില്ലും ചാർജിങ്ങിനായിട്ടുള്ള Type C 2.0 പോർട്ടും 3.5mm ജാക്കും പിന്നെ മൈക്കുമാണ് കാണാൻ സാധിക്കുന്നത്. മുകൾ സൈഡിലും ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. സൈഡുകളിലായിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുന്നു. കൂടാതെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം കാർഡ് ട്രേയും നൽകിയിരിക്കുന്നു. നോക്സിന്റെ ഡിഫൻസ് ഗ്രേഡ് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ സാധാരണ സോഫ്റ്റ്വെയർ സപ്പോർട്ടും മാത്രമല്ല ചിപ്പ് ലെവൽ സപ്പോർട്ടും ഹൈ എൻഡ് ഫോണുകളിൽ നൽകിയിരുന്ന ചില ഫീച്ചറുകളും F62 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈഡ് ബാറിന്റെ ഓപ്ഷന്, അതുപോലെ എഡ്ജ് ലൈറ്റിംഗ്, അങ്ങനെ ചെറിയ ചെറിയ ഫീച്ചറുകളും കൂടെ ഉൾപ്പെടുത്തി ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് F62. 2-3 ദിവസത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ശരിക്കും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ക്യാമറയുടെ കാര്യത്തിലായാലും ഒക്കെ ഞാൻ വളരെ വളരെ ഓക്കെയാണ്. ഞാൻ ഫോട്ടോസിന്റെ ഒക്കെ സാമ്പിള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തരത്തിലൊരു മോശമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഈ ഫോണിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല വൈഫൈ ഒക്കെ യൂസ് ചെയ്യുമ്പോഴായാലും നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഫോണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്.
പിന്നെ എനിക്ക് ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു കുറച്ച് ദോഷവശം എന്ന് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഫിംഗർ പ്രിന്റ് ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിന്റ് ടച്ച് ആവുന്നുണ്ട്. പിന്നെ 5G നമ്മൾ ഇപ്പോഴത്തേക്ക് നമ്മൾ നോക്കാത്തത് കൊണ്ട് 5G ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഇനി 5G ഇന്ത്യയിലേക്ക് വന്നാലും ആ ഫുൾ സ്പീഡ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുമോ എന്നുള്ളത് 5G വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ട് 5G ഞാനിവിടെ ഒരു ഘടകമായിട്ട് കാണുന്നില്ല. ബാക്കി നോക്കുമ്പോൾ ഇതിൽ ഫിംഗർ പ്രിന്റ് പതിയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ഫുള്ളായിട്ട് ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട്. പിന്നെ കവർ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത്രയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കവർ ഇടാതെ യൂസ് ചെയ്താൽ സ്ക്രാച്ച് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ബാക്ക് സൈഡിൽ ഗൊറില്ല ഗ്ലാസിന് സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക് ഡിസൈനാണ്. ഒരുപാട് സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഭയങ്കരമായിട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും സാംസങ്ങിൻ്റെ മ്യൂസിക് പ്ലെയർ അവർ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഞാൻ സാംസങ്ങിൻ്റെ മ്യൂസിക് പ്ലെയറിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് സാംസങ് വിട്ട് വേറെ പല ഫോണുകളിലേക്ക് പോയപ്പോഴും സാംസങ് മ്യൂസിക് പ്ലെയർ ഒരുപാട് മിസ് ചെയ്തു. അപ്പം ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ ഇതിലും സാംസങ്ങിൻ്റെ മ്യൂസിക് പ്ലെയർ കാണുന്നില്ല. പിന്നീട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് പ്ലെയർ ആയിട്ട് അവിടെ ഫോണിനകത്തിൽ എനിക്ക് തോന്നുന്നു YT മ്യൂസിക് മാത്രം, യൂട്യൂബ് മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ മ്യൂസിക് ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ സാംസങ്ങിൻ്റെ ഏറെക്കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഫോൺ നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഈ പറഞ്ഞ ചെറിയ ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും സാംസങ്ങിന് പറയാനില്ല. F62 എന്ന് പറയുന്നത് ഒരു ഫുള്ളി പാക്ഡ് ഫോണാണ്. പ്രത്യേകിച്ച് യൂത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ F സീരീസ് തന്നെ ലോഞ്ച് ചെയ്തേക്കുന്നത്. ശരിക്കും യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഈ ഫോണിലുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. Again.